സാംസലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഓൺലൈനായി ഈ പരിപാടിയുടെ ഭാഗമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികളെ, കുടുംബാംഗങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, കരുവന്നൂർ സെന്റ് ജോസഫ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആരവങ്ങളില്ലാത്ത, ആഘോഷങ്ങളില്ലാത്ത ആദ്യമായി ഒരു യാത്രയപ്പ് യോഗം എന്ന രീതിയിൽ തന്നെ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട 3 അധ്യാപകരുടെയും യാത്രയപ്പ് ഈ സ്കൂളിലെ ചരിത്രത്തിൽ തന്നെ ഒരു ഭാഗമായി തീരുകയാണ്. സിസ്റ്റർ എൽസിറ്റ, സിസ്റ്റർ സിജ, ശ്രീമതി റീതാമ്മ ടീച്ചർ, ഇവരെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ വിരാജിക്കുന്ന ഈ സ്കൂളിനെ താങ്ങി നിർത്തുന്ന 3 തൂണുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്നും ജീവിതത്തെ പുഞ്ചിരിയോടെ കണ്ടവർ, എന്നും പ്രതിസന്ധികളെ സന്തോഷത്തോടെ അഭിമുഖീകരിച്ചവർ. അതെ, അതാണ് ഞങ്ങളുടെ ഈ 3 അധ്യാപകർ. റീതാമ്മ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ നീണ്ട 35 വർഷം ഈ സ്കൂളിന് വേണ്ടി സേവനം ചെയ്ത വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായി അധ്യാപനം എന്ന വാക്കിന്റെ ആഴവും തലങ്ങളും പൂർണ്ണതയും അർത്ഥവും അതിന്റെ പൂർണ്ണതയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തി എന്നാണ് എനിക്ക് ടീച്ചറെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ഏകദേശം 25 വർഷത്തോളം ടീച്ചറുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ച ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് എന്നും പ്രോത്സാഹനമായിരുന്ന, എൻ്റെ കുറവുകൾ, എൻ്റെ തെറ്റുകൾ തിരുത്തി തന്നിരുന്ന, എൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചിരുന്ന, അതുപോലെ തന്നെ എൻ്റെ പ്രതിസന്ധികളിൽ എന്നും എനിക്ക് താങ്ങും തണലായി നിന്നിരുന്ന എൻ്റെ സ്വന്തം ചേച്ചി തന്നെയായിരുന്നു റീതാമ്മ ടീച്ചർ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓരോ സഹപ്രവർത്തകർക്കും ഇത് തന്നെയായിരിക്കും ടീച്ചറെ കുറിച്ച് പറയാനുണ്ടായിരിക്കുക. കുട്ടികളെ സംബന്ധിച്ച് ടീച്ചറുടെ സ്നേഹവും കരുതലും ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. ഈ സ്കൂളിലെ ഏതൊരു കുട്ടിയുടെയും മുഖമൊന്ന് വാടിയാൽ, അവരുടെ കണ്ണ് നിറഞ്ഞാൽ അവിടെ ഓടിയെത്താനും, അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസ വാക്കുകൾ പകരാനും, വേണ്ടി വന്നാൽ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ടീച്ചർ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. ടീച്ചറുടെ ഈ മാതൃക ഒത്തിരിയേറെ ഞങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു അധ്യാപിക എന്ന വാക്കിന്റെ എത്രമാത്രം അർത്ഥങ്ങളാണ് ഞാൻ ടീച്ചറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥികള് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പലപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പലരും എന്നോട് പറയാറുണ്ട്, റീതാമ്മ ടീച്ചർ ഞങ്ങൾക്ക് മറ്റൊരു അമ്മയാണ്. ടീച്ചറുടെ സ്നേഹവും കരുതലും ആയിരക്കണക്കിന് കുട്ടികൾക്ക് അമ്മയായി മാറാനുള്ള ഒരു ഭാഗ്യം ടീച്ചർക്ക് നൽകി. ഈശ്വരൻ തന്നെ ഏൽപ്പിച്ച ഈ പുണ്യമായ അധ്യാപനം എന്ന ദൗത്യം അതിന്റെ 100% പവിത്രതയോടെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ തന്നെ ടീച്ചർക്ക് അടുത്തൊരു മേഖലയിലേക്ക് തികച്ചും അഭിമാനത്തോടെ കാലെടുത്ത് വയ്ക്കാം. സിസ്റ്റർ എൽസിറ്റയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സ്വന്തം ശാരീരിക ബുദ്ധിമുട്ടുകളെ പ്രാർത്ഥനയോടെ കീഴടക്കി, ലാളിത്യ മുഖമുദ്രയാക്കി, അതുപോലെ നിഷ്കളങ്കതയോടും നിശബ്ദതയോടും യാതൊരു പരാതികളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അതാണ് സിസ്റ്റർ എൽസിറ്റ. സിസ്റ്റർ എന്നും തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടി ആയിരിക്കാനാണ് താല്പര്യപ്പെടാറ്. പലപ്പോഴും ഇന്റർവെൽ സമയങ്ങളിൽ ഞാൻ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ സിസ്റ്റർ മേശയ്ക്ക് ചുറ്റും കുട്ടികൾ കൂടി നിന്ന് സിസ്റ്ററുമായി കഥകൾ പറയുകയും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. തൻ്റെ കൈകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്താനും, അവരെ മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും, നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമകളാക്കി സമൂഹത്തിലേക്ക് അവരെ ഇറക്കിവിടാനും സിസ്റ്റർ ഏറെ താല്പര്യം കാണിച്ചിരുന്നു. സിസ്റ്ററിന്റെ ഈ നന്മകൾക്ക് എന്നും ഈ സ്കൂൾ സിസ്റ്ററോട് കടപ്പെട്ടിരിക്കും. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കി സിസ്റ്റർ സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സിസ്റ്ററിന് തികച്ചും അഭിമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. സിസ്റ്റർ പ്രൊവിൻഷ്യൽ പറഞ്ഞതുപോലെ അധ്യാപനം എന്ന രസകരമായ ജോലിയുടെ അത്രയും രസകരമല്ല ഫയലുകൾക്കിടയിലുള്ള ജീവിതം. 20 വർഷം ഫയലുകളുമായി യുദ്ധം ചെയ്തിരുന്ന നമ്മുടെ സിസ്റ്റർ സിജ ഈ ഒരു ടെൻഷൻ ഒന്നുമില്ലാതെ എപ്പോഴും നർമ്മത്തിന്റെ മേമ്പടിയോടുകൂടി രസകരമായി ഗൗരവമായ കാര്യങ്ങൾ തന്നെ ഏറ്റവും രസകരമായി അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എപ്പോഴും ഏതു സമയത്തും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഞങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സിജ. ഏറ്റവും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്തത്തോടെയും അപ് ടു ഡേറ്റ് ആയും
സ്കൂൾ ഓഫീസിലെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ സിസ്റ്ററുള്ള കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സിസ്റ്റർ ഓഫീസിലുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ് എല്ലാ കാര്യങ്ങളും അവിടെ ഭംഗിയായി നടക്കുന്നത്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു. സിസ്റ്റർ 20 വർഷത്തെ സേവനത്തിന് ശേഷം സിസ്റ്ററും ഈ സ്കൂളിനോട് വിട പറയുമ്പോൾ ഈ സ്കൂളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സിസ്റ്ററിനോടുള്ള നന്ദിയും കടപ്പാടും ഏറെ വാക്കുകൾക്ക് അതീതമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഈ മുറ്റത്തെ ഓരോ മൺതരിക്കും ഇവരുടെ നന്മകൾ വിളിച്ചു പറയാനുണ്ട്. ഇവിടുത്തെ ഓരോ പുൽക്കൊടിക്കും അവരുടെ കാൽസ്പർശമേറ്റതിന്റെ കുളിർമയുണ്ട്. ഇവരൊരിക്കലും പടിയിറങ്ങിയല്ല, ഒത്തിരിയേറെ ഓർമ്മകൾ, ഒത്തിരിയേറെ നന്മകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഒരു പടി മുമ്പേ നടന്നു നീങ്ങുകയാണ്. ഇവരുടെ ജീവിത മാതൃകകൾ നമുക്കും പിന്തുടരാം. ഇവരുടെ നന്മകൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് ശ്രമിക്കാം. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇവർ 56 വർഷം പൂർത്തിയാക്കി എന്നിരുന്നാലും ഒരിക്കലും ഒരു നല്ലൊരു വിശ്രമ ജീവിതം ഇവർക്ക് ആശംസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ നേരത്തെയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ നന്മകൾ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു പ്രവർത്തന മേഖലയിലും ഇതേ സുഗന്ധം പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ ഇവരെ 3 പേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. In English, there is an idiom, jack of all trades. It means all-rounder. I think our school leader, Kumari Archana, deserves such a title. She is always in the front row, both in curricular as well as extracurricular activities. I must say, our school leader is a gem to our school. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പത്തരമാറ്റ പരിശുദ്ധിയോടെ ഏവർക്കും മാതൃകയാകുന്ന വിദ്യാർത്ഥിനി. Let me invite our school leader onto the stage for her words. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ സെന്റ് ജോസഫ് കൂട്ടായ്മയിൽ നിന്നും ഔദ്യോഗികമായി വിട പറയുന്ന റീത്താമ്മ ടീച്ചർ, സിസ്റ്റർ എൽസിറ്റ, സിസ്റ്റർ സിജ ഗ്രീസ്, ആദരണീയരായ മറ്റു ഗുരുഭൂതരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ റീത്താമ്മ ടീച്ചർ, സിസ്റ്റർ എൽസിറ്റ, സിസ്റ്റർ സിജ ഗ്രേസ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവർ നമുക്ക് പകർന്നു തന്ന വിദ്യയും അനുഭവസമ്പത്തും മഹനീയമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം ജീവിച്ചിരുന്നു എന്നതിന് ചില സാക്ഷ്യപ്പെടുത്തലുകൾ ബാക്കിയാക്കിയാണ് നാം ഈ പ്രപഞ്ചത്തിൽ നിന്നും യാത്രയാവുക. PP രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയിലെ ഏതാനും വരികൾ ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ഇവിടെയുണ്ടായിരുന്നു ഞാനെന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി. ഈ വരികളിൽ നിന്നും അതിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. താൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമായി പക്ഷി ഒരുപാട് തെളിവുകൾ നൽകിയിട്ടുണ്ട്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിയാണ് ആ പക്ഷി യാത്രയാകുന്നത്. ആ കുഞ്ഞുങ്ങൾ മാത്രം മതി ആ പക്ഷിവർഗം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് തെളിവായിട്ട്. സ്നേഹം നിറഞ്ഞ റിട്ടയറിംഗ് സ്റ്റാഫ്, നിങ്ങൾ ഈ പക്ഷികളെ പോലെയാണ്. നിങ്ങൾ ഈ സെന്റ് ജോസഫ് വിദ്യാലയാങ്കണത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് മറ്റു തെളിവുകളൊന്നും വേണ്ട. ഞങ്ങളുടെ ഇളം മനസ്സുകളെ നിങ്ങൾ അമ്മ വാത്സല്യത്തോടെ കൊളുത്തിവെച്ച ദീപനാളങ്ങൾ ഞങ്ങൾക്കെന്നും വഴിവിളക്കാണ്, പ്രചോദനങ്ങളാണ്. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരുടെ ഭാവി ജീവിതത്തിന് എല്ലാവിധ വരദാനങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തങ്ങളുടെ പ്രിയം നിറഞ്ഞ അമ്മയ്ക്ക് ആശംസ അർപ്പിക്കുകയാണ് വിദേശത്തുള്ള പ്രിൻസും ചോളും. ലെറ്റ്സ് ലിസൺ ദ വേർഡ്സ്. ഞാൻ പഠിപ്പിച്ച് അവിടെ നിന്ന് റിട്ടയർ ചെയ്യാനൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. അമ്മ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് 10ലും +2 ഒക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ വന്ന് വീട്ടാൻ പഠിച്ചിരുന്ന ഓൺലൈനൊക്കെ പറയുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട്. നമുക്കെല്ലാം ആശംസകൾ നേരുന്നു. സന്തോഷവും ആരോഗ്യപരമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മേ ഉമ്മ
ഹായ് ഉമ്മ. 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 ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജോൺ. ഇതെൻ്റെ വൈഫ് അനുശ്രീ. ഞാൻ റീത്താമ്മ ടീച്ചറുടെ രണ്ടാമത്തെ മകനാണ്. ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. 35 വർഷം കഴിഞ്ഞ് അമ്മ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ നാട്ടിലെല്ലാവരുടെ കൂടെ ഇരുന്ന് കേമായിട്ട് ആഘോഷിക്കണം എന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അമ്മയ്ക്കും അമ്മയോടൊപ്പം റിട്ടയർ ചെയ്യുന്ന 2 മറ്റ് അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. Congratulations. Thank you, Mr. Prince and John. You know, we have 3 wonderful artists in our school. They draw not in the canvas outside, but the canvas inside of many people. The colors of happiness are their favorite colors, humanity in their canvas, and style is the artistic signature. They are none other than beloved teachers, Srimati Ritama teacher, Sister Elsita and Sister Sitaris. The paintings they drew in the very minds of our school canvas are lovely and remarkable. സ്നേഹത്തിന്റെ കർമ്മവും ആദരപൂർവകമായ വാക്കുകളും വാത്സല്യത്തിന്റെ നനവും നെഞ്ചിലൊഴുകുന്ന അലിവിന്റെ നിറവും കൊണ്ട് ഈ വിദ്യാലയത്തിൽ നിന്നും നിറഞ്ഞു നിന്നവർ. So let us heed to our Ritama teacher. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ മാർ കോളിക്കണ്ണൂഴകാടൻ പിതാവേ, പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലില്ലി മരിയ, DO ശ്രീ മനോജ് കുമാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, തത്സമയം ഈ പരിപാടി വീക്ഷിക്കുന്ന സ്നേഹമുള്ളവരെ, എൻ്റെ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന സങ്കീർത്തക വചനമാണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് കൃതജ്ഞതയുടെ ദിനം. എന്നെ സംബന്ധിച്ചിടത്തോളം കൃതാർത്ഥതയുടെ ദിനവുമാണ്. 35 വർഷത്തെ സേവനത്തിന് ശേഷം സെന്റ് ജോസഫ് വിദ്യാലയത്തിന്റെ പടികളിറങ്ങുമ്പോൾ കാലത്തിന്റെ കുത്തൊഴുക്കുകൾക്കൊന്നും മാറ്റാനോ മറയ്ക്കാനോ ആകാത്ത 1000 നന്മകൾ നേടിത്തന്ന ഈ സ്ഥാപനത്തിൽ എൻ്റെ ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ജോലി ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ച, എനിക്ക് ശക്തിയും കഴിവും ആരോഗ്യവും തന്ന സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഞാൻ എൻ്റെ നന്ദി സമർപ്പിക്കുന്നു. എനിക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്ന മാതാപിതാക്കളെയും എൻ്റെ ഔദ്യോഗിക ജീവിതവും കുടുംബ ജീവിതവും സുഗമമായി കൊണ്ടുപോകാൻ എന്നെ സഹായിച്ച ഭർത്തൃമാതാപിതാക്കളെയും സഹോദരങ്ങളെയും, സ്വർഗത്തിലായിരിക്കുന്ന എൻ്റെ ചേച്ചി സിസ്റ്റർ ലിനറ്റിനെയും നന്ദിയോടെ ഓർക്കുന്നു. അറിവിൻ്റെ വെളിച്ചം നൽകിയ എൻ്റെ എല്ലാ ഗുരുപൂതരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ അധ്യാപികയായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ സഹോദരൻ ഫാദർ ജോൺ മേലപ്പത്തിനും എൻ്റെ സിസിലി ചേച്ചിക്കും അതിലേക്ക് വഴിതെളിച്ച എല്ലാവർക്കും 1000 നന്ദി. എൻ്റെ ദൗത്യ നിർവഹണത്തിൽ എൻ്റെ കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട്. എനിക്ക് എപ്പോഴും താങ്ങും തണലുമായി കൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവ് കോളേട്ടനോടും റിട്ടയർ ഫംഗ്ഷന് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാതെ വിദേശങ്ങളിലിരിക്കുന്ന എൻ്റെ മക്കൾ പ്രിൻസ്, ഹിത, ജോൺ, അനു, കൊച്ചുമകൻ റയാനും ഇവിടെ സന്നിഹിതനായിട്ടുള്ള മകൾ ലിനറ്റിനും ഒരുപാട് നന്ദി. FCC സന്യാസ സമൂഹത്തിന്റെ അൽബേർണിയ പ്രൊവിൻസിൽ ജോലി ലഭിക്കുന്നതിന് എന്നെ സഹായിച്ച അന്നത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെല്ലോയ്ക്കും കോപ്പറേറ്റീവ് മാനേജർ ജനീസിയമ്മയ്ക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ പ്രൊവിൻഷ്യന്മാരെയും മാനേജ്മെന്റിനെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലില്ലി മരിയയ്ക്കും
കോർപ്പറേറ്റീവ് മാനേജർ സിസ്റ്റർ ഇനി വടക്കനും പ്രത്യേകം നന്ദി. എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങിയതും അവസാനിച്ചതും ഈ സെന്റ് ജോസഫ് വിദ്യാലയത്തിലാണെന്ന കാര്യം അഭിമാനത്തോടെ എടുത്തു പറയട്ടെ. 1985 ജൂലൈ 4 എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായി ഈ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അന്നത്തെ ഹെഡ് മിസ്സസ് ആയിരുന്ന സിസ്റ്റർ ലിബറാറ്റ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. തുടർന്നുള്ള ഹെഡ് മിസ്സസ്മാരായ സിസ്റ്റർ അലോഡിയ, സിസ്റ്റർ ജീസ്, സിസ്റ്റർ ആൻസി, സിസ്റ്റർ മെരിയാൻഡോ, സിസ്റ്റർ ധന്യ ബാസ്റ്റ്യൻ, സിസ്റ്റർ അമല, ഇപ്പോഴത്തെ ഹെഡ് മിസ്സസ് ആയ സിസ്റ്റർ റാണിക്കും പ്രത്യേകം നന്ദി. ഈ കോവിഡ് കാലഘട്ടത്തിലും ഞങ്ങളെ എല്ലാവരെയും ഇത്രയും നല്ലൊരു യാത്രയയപ്പ് സമ്മേളനം നടത്തി ഞങ്ങളെ യാത്രയയച്ചതിന്. സെന്റ് ജോസഫ് വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹപ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒന്നിച്ച് പ്രാർത്ഥിച്ചും സ്നേഹിച്ചും സഹായിച്ചും ഒന്നിച്ചുണ്ടും കഴിഞ്ഞ നാളുകൾ മധുരിക്കുന്ന ഓർമ്മകൾ മാത്രം. എല്ലാ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങൾക്കും PTA ആൻഡ് MPTA അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ഇനി എൻ്റെ വാത്സല്യം തന്നെ കുഞ്ഞുമക്കളോട് ഒരു വാക്ക്. നിങ്ങളായിരുന്നു എൻ്റെ ഊർജം. നിങ്ങളുടെ നിഷ്കളങ്ക പുഞ്ചിരിയും കുട്ടിക്കുസൃതികളും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഏത് പ്രദേശത്ത് ചെന്നാലും ടീച്ചറേ എന്നുള്ളൊരു വിളി കേൾക്കുമ്പോൾ ആ വിളിക്ക് പിന്നിലുള്ള സ്നേഹം ഞാൻ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപികയായതിൽ ഞാൻ എന്നും അഭിമാനിച്ചിട്ടുണ്ട്. എൻ്റെ കൈകളിലൂടെ കടന്നുപോയ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്നേഹത്തിൻ്റെ നറുമലരുകൾ അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ ഏറെയാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും വിരുന്ന് ആഘോഷമാക്കാൻ പ്രയത്നിച്ച എല്ലാവരോടും കലാപരിപാടികൾ അവതരിപ്പിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. എന്നോടൊപ്പം ഇന്നേ ദിവസം ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ എൽസിറ്റയ്ക്കും സിസ്റ്റർ സിജാഗ്രേസിനും എന്നിവർക്ക് നല്ലൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയും. ഇന്ന് ഇവിടെ വന്ന് സാന്നിധ്യം കൊണ്ടും സ്നേഹം കൊണ്ടും ഞങ്ങളെ ധന്യരാക്കിയ അഭിമന്യ പിതാവിനോടും മറ്റ് വിശിഷ്ട വ്യക്തികളോടും കുടുംബാംഗങ്ങളോടും മറ്റെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you for sharing your experience with us. You may be leaving the school campus, but not from our minds. Next, I invite Sister Lisita to the stage. അവർ കർത്താവിനെ അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്ന സങ്കീർത്തന വചനം അനുസ്മരിച്ച് നന്ദിയുടെയും നൊമ്പരത്തിൻ്റെയും സമ്മിശ്ര വികാരങ്ങൾ പേറിക്കൊണ്ട് ഈ വേദി പങ്കിടുമ്പോൾ വേദിയിലും സദസ്സിലും ഓൺലൈനിലൂടെയും ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നന്ദിയുടെ ഒരു വാക്ക്. കടന്നു വന്ന വഴികളും കയറി വന്ന പടികളും അവിടെ താങ്ങായി വന്നവരെയും തണലായി നിന്നവരെയും ഒരിക്കലും മറന്നിട്ടില്ല, മറക്കുകയില്ല. 20 വർഷം നീണ്ട വിദ്യാഭ്യാസ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ ഇവിടെ വരെ എത്താൻ കാരണഭൂതരായവരെ ഒരു നിമിഷം സ്മരിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എൻ്റെ ഈ 56 വർഷത്തെ ജീവിതയാത്രയുടെ വഴിത്താരകളിൽ ആദ്യമേ തന്നെ 1000 നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിന് കരുത്തേകിയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദി പങ്കിട്ട് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ അഭിമന്യ പിതാവ് മാർ പോളി കണ്ണുകാടൻ പിതാവിനോടും ഞങ്ങളുടെ കപ്ലോനച്ചൻ ബഹുമാനപ്പെട്ട ആന്റണി മഞ്ഞളച്ചനോടും മറ്റു വൈദികരോടുമുള്ള എൻ്റെ നിസ്സീമമായ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു.
എൻ്റെ ദൈവവിളിയുടെ ഈറ്റില്ലമായ എൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തി വലുതാക്കി സമയത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ ദൈവത്തിനായി സമർപ്പിച്ച് ഇന്നോളമുള്ള എൻ്റെ സമർപ്പണ ജീവിതത്തിന് പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ശക്തി പകർന്നു തന്ന് ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്ന എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നന്ദിയോടെ ഞാൻ ശിരസ്സ് നമിക്കട്ടെ. സ്നേഹവും കരുതലും മാവോളം നൽകി സാഹോദര്യത്തിൻ്റെ കെട്ടുറപ്പുള്ള നൂലുകൊണ്ട് ചേർത്ത് കെട്ടി എൻ്റെ ഏത് ആവശ്യത്തിലും എന്നോടൊപ്പമായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും എന്നും എനിക്ക് താങ്ങായി നിൽക്കുന്ന എൻ്റെ കുടുംബാംഗമായ ബിജു അച്ഛൻ, അക്ഷരലോകത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി അറിവിൻ്റെ വെളിച്ചം പകർന്നു തന്ന എൻ്റെ ഗുരുഭൂതർ, സന്യാസ ദേവുളി സ്വീകരിക്കാൻ പ്രേരകമായി തീർന്ന എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ സിസ്റ്റർ ആനി വർഗീസ്, സന്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ ഓതിത്തന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ മിസ്റ്റേഴ്സുമാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ബാച്ചിലെ 19 സഹോദരിമാർ, ആതുര ശുശ്രൂഷ രംഗത്തു നിന്നും വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്നെ പറിച്ചു നടാൻ കാരണമായി തീർന്ന സിസ്റ്റർ അനിറ്റ് മേരി, അന്നത്തെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സാന്റമ്മ, കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ട്രിപ്പോസ, അന്നു മുതൽ ഇന്നോളം വരെ എന്നെ നയിച്ച പ്രൊവിൻഷ്യാളമ്മമാർ, ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി മരിയ, കൗൺസിലേഴ്സ്, കോർപ്പറേറ്റ് മാനേജേഴ്സ്, ഇപ്പോഴത്തെ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ റിനിവടക്കൻ, തീർത്തും അപരിചിതമായ വിദ്യാലയത്തിൻ്റെ ഓഫീസ് രംഗത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മനസ്സിന് ബലവും ധൈര്യവും പകർന്നു തന്ന എൻ്റെ ആദ്യത്തെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജീസ് തെരേസ്, തുടർന്നു വന്ന ഹെഡ് മിസ്ട്രസ്മാരായ സിസ്റ്റർ മെറിയാൻഡോ, സിസ്റ്റർ ശാന്തി അരിക്കാട്, സിസ്റ്റർ ധന്യ ബാസ്റ്റിൻ, സിസ്റ്റർ റീന ജോൺ, സിസ്റ്റർ ലിറ്റിൽ ഗ്രേസ്, സിസ്റ്റർ ആഗനസ്, സിസ്റ്റർ റിനിവടക്കൻ, സിസ്റ്റർ ജോസ്ലിൻ, ഇപ്പോഴത്തെ എൻ്റെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റാണിറ്റ, നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ഔദ്യോഗികമായി ഞാൻ ചെയ്യുന്ന ഓഫീസ് ജോലികൾക്ക് അംഗീകാരവും അനുമതിയും ലഭിച്ചാൽ മാത്രമേ അത് ഫലം ചൂടുകയുള്ളൂ. ഡി ഓഫീസിൽ നിന്നും അതിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്നും ലഭിക്കേണ്ട സഹായങ്ങളും അനുമതിയും അതാത് സമയത്ത് ലഭിക്കുവാൻ ഈ കാലഘട്ടം വരെ എന്നെ സഹായിച്ച ഡിഒമാർ, ഇപ്പോഴത്തെ ഡിഒ സാർ ശ്രീ മനോജ് കുമാർ, സെക്ഷൻ ക്ലർക്കുമാരായ വേണു സാർ, മഹേഷ് സാർ, രഞ്ജിത്ത് സാർ, ഇപ്പോഴത്തെ റീന മാഡം, വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നെ സഹായിക്കാൻ ഓടിയെത്തുന്ന പരിയാരം സ്കൂളിലെ ജെയ്സൺ, എൻ്റെ ഇടവലം കൈയായി നിന്ന് ആത്മാർത്ഥമായ സ്നേഹം പകർന്നു തന്ന് എൻ്റെ ഒപ്പമായിരിക്കുന്ന എൻ്റെ കോവർക്കേഴ്സ് ജിൻസി, ഷീല, റീന, വിക്സി, എൻ്റെ സഹായികളായിരുന്ന ത്രേസ്യാമ, ഷൈജി, സീബ, സോന, ജിസ്മി എന്നിവരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഓർക്കുന്നു. സന്യാസ ജീവിതവും അപ്പസ്തോല പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പാകപ്പിഴകൾ സംഭവിക്കാതിരിക്കാൻ എനിക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശഗോപുരം പോലെ ഈ കാലം അത്രയും നിലകൊണ്ട മുൻ മദർമാർ, ഇപ്പോഴത്തെ എൻ്റെ സുപ്പീരിയർ ആയിരിക്കുന്ന റവറൻഡ് സിസ്റ്റർ മേബിൾ, ഇതുവരെ ഞാൻ സേവനം ചെയ്ത വിദ്യാലയത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ഓഫീസ് സ്റ്റാഫ്, എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഇന്നത്തെ പരിപാടി ഭംഗിയാക്കാൻ ശ്രമിച്ച സ്റ്റാഫ് അംഗങ്ങൾ, PTA, MPTA, മറ്റെല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകൈ. അവസാനമായി ഒരു വാക്കും കൂടി.
ഇന്നോളം എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തെ ഇനിയും കൂട്ടുപിടിച്ച് ഇനിയുള്ള ജീവിതവും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളും പ്രകാശമുള്ളതും തെളിച്ചമുള്ളതുമാക്കി തീർക്കാൻ എനിക്കും എന്നോടൊപ്പം റിട്ടയർ ചെയ്യുന്ന റീത്താമ്മ ടീച്ചർക്കും സിസ്റ്റർ എൽസിറ്റയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും എന്നിൽ നിന്ന് എന്തെങ്കിലും വേദന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണമേ എന്ന അപേക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sister. Your quiet presence will be here always. ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനം 107:1. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നുള്ള തിരുവചനം ഞാൻ ഈ സമയം ഓർത്തു പോകുകയാണ്. ഔദ്യോഗിക രംഗത്തു നിന്നും വിട പറയുന്ന ഈ അവസരത്തിൽ എന്നെ സൃഷ്ടിച്ച് എനിക്ക് നല്ല മാതാപിതാക്കളെ നൽകി, സഹോദരങ്ങളെ നൽകി, എനിക്ക് സന്യാസ വിളി നൽകി, അധ്യാപനം ശുശ്രൂഷയായി നൽകി, ഇന്നുവരെ എന്നെ ഉള്ളം കൈയിൽ താങ്ങി കാവലും കരുതലും നൽകി പരിപാലിച്ച് ഈ അധ്യാപന ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ നല്ലവനായ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഈ സെന്റ് ജോസഫ് വിദ്യാലയത്തിനോട് എനിക്ക് ഏറെ കടപ്പാടുണ്ട്. കാരണം ഈ വിദ്യാലയം എന്നോട് ഏറെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഈ വിദ്യാലയ തിരുമുറ്റം എന്നെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നിറമനസ്സോടെ എന്നെ യാത്രയാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയം, അധ്യാപന ശുശ്രൂഷയിൽ എന്നെ കൈപിടിച്ച് നയിച്ച ബഹുമാനപ്പെട്ട സാന്റമ്മ, അധ്യാപന ശുശ്രൂഷയിലേക്ക് എന്നെ സ്വീകരിച്ച എൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജീസ് തെരേസ്, കാലാകാലങ്ങളിൽ പ്രൊവിൻഷ്യൽസ് ആയിരുന്ന എൻ്റെ സഭാധികാരികൾ, കൗൺസിലേഴ്സ്, ഇന്നോളം ഉണ്ടായിരുന്ന ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജർമാരോടും പ്രത്യേകമായി ഇന്നിവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിനി മരിയ, ടീം അംഗങ്ങൾ, ഇവർക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എൻ്റെ ഈ അധ്യാപന ശുശ്രൂഷയിൽ പ്രധാന അധ്യാപികമാരായിരുന്ന എല്ലാ സിസ്റ്റേഴ്സിനോടും, പ്രത്യേകിച്ച് ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആനിറ്റയോടും ഹൃദയത്തിൽ നിന്നുയരുന്ന നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. എൻ്റെ അനാരോഗ്യ അവസരത്തിൽ വളരെ കരുതലോടെ സ്നേഹത്തോടെ എന്നെ മനസ്സിലാക്കുന്നതിലും പ്രത്യേക പരിഗണന നൽകുന്നതിലും ഓരോരുത്തരും ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഞാൻ എടുത്തു പറയട്ടെ. എനിക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകി എൻ്റെ കൂടെയായിരുന്ന എല്ലാ സഹപ്രവർത്തകർക്കും വളരെ പ്രത്യേകമായി ഈ സെന്റ് ജോസഫ് വിദ്യാലയത്തിലെ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഊഷ്മളമായ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിരുന്ന ഓരോ കുഞ്ഞുമക്കളെയും അവരുടെ മാതാപിതാക്കളെയും ഈ സമയം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സന്യാസ ജീവിതത്തിൽ എന്നെ ശക്തിപ്പെടുത്തി നയിച്ച എല്ലാ സുപ്പീരിയേഴ്സിനോടും, വളരെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മദർ സിസ്റ്റർ മേബിളിനോടും, എൻ്റെ സമൂഹത്തിലെ എല്ലാ സഹോദരിമാരോടും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അമ്മമാരോടും നന്ദി പറയുന്നു. ഈ ധന്യനിമിഷത്തിൽ മഹനീയമായ സാന്നിധ്യത്താലും നല്ല വാക്കുകളാലും ഞങ്ങളെ ആദരിച്ച അഭിമന്യ പോളി പിതാവിനോടും
വിശിഷ്ട വ്യക്തികളോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കട്ടെ. വീട്ടിൽ നിന്ന് പോന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നെ ശക്തിപ്പെടുത്തിയ എൻ്റെ സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ കോവിഡ് പശ്ചാത്തലത്തിലും അർഹമായ അംഗീകാരവും ആദരവും നൽകി ഞങ്ങളുടെ അധ്യാപന ജീവിതത്തെ ആദരിച്ച് ഞങ്ങളെ യാത്രയാക്കാൻ ഏറെ അധ്വാനിച്ച ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റാണിറ്റ, സഹപ്രവർത്തകർ, PTA, MPTA, അനധ്യാപകർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. എന്നോടൊപ്പം വിട പറയുന്ന റീത്താമ്മ ടീച്ചർക്കും സിസ്റ്റർ സിജ ഗ്രേസിനും ഈ അവസരത്തിൽ ഭാവി ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാറ്റിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. You know that our Rithama teacher is a generous person. She would like to extend a help to our students financially in the form of an endowment. Now I request Mr. Paul, the husband of Rithama teacher, to come on to the stage to hand over the endowment and the headmistress, Sister Rani. Thank you, Mr. Paul and Sister Ranita. PTA and PTA here in our school are full of beings, so much so that they lend their extended hands to each and every activities of the school. The belongingness and the expertise they showed towards our school amidst the COVID-stricken situation is praiseworthy. Bearing these in mind, ഈ വിദ്യാലയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും സ്വന്തം എന്ന പോലെ സഹകരിക്കുകയാണ് PTA MPTA ഗ്രൂപ്പ്. I invite our beloved PTA President, Mr. Anish, for the vote of thanks. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിരമിക്കുന്ന അധ്യാപകരുടെ ബന്ധുജനങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന്. സന്തോഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കൊറോണ സമയത്തും ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാൻ കഴിഞ്ഞു എന്നാണ്. ഈ യാത്രയപ്പ് ചടങ്ങ് നമുക്ക് നടത്തുവാൻ സാധിക്കുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം കോവിഡ് കേസുകൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും വീണ്ടും കണ്ടെയ്ൻമെന്റ് സോണുകൾ ആവുകയാണ്. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ഈ ചടങ്ങ് ആഘോഷിക്കേണ്ടിയിരുന്നത്. വളരെ വലിയ ഒരു ജനസദസ്സും നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും നാം സാധാരണയായി കണ്ടുവരാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ലോകം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലാണ്. എങ്കിലും നമ്മുടെ സ്കൂളിലെ അധ്യാപകർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കുറച്ച് പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികളെ വെച്ച് നടത്തുവാൻ പോകുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും ഒരുപക്ഷെ ലോകം മുഴുവനും ഇന്ന് ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന റീത്തമ്മ ടീച്ചറുടെയും എൽസിറ്റ സിസ്റ്ററിൻ്റെയും സിജാഗ്രെ സിസ്റ്ററിൻ്റെയും ശിഷ്യഗണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തായി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് അവർക്ക് കിട്ടിയ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഈ മഹാമാരിക്കിടയിലും നമ്മുടെ അധ്യാപകരും അനധ്യാപകരും അവരുടെ കഴിവിനൊത്ത് ഈ പരിപാടി വളരെയധികം ഭംഗിയാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ് പുറത്ത് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ വർഷം 25 ഫുൾ A+ഉം 4 9 A+ഉം നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് SSLCക്ക് നേടുവാൻ സാധിച്ചു. ആ വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ വർഷം 119 വിദ്യാർത്ഥിനികളാണ് SSLC പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നത്. അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ PTA സ്കൂളിൽ എന്ത് കാര്യവും പറഞ്ഞാലും ഒറ്റക്കെട്ടായി എല്ലാവരും സഹകരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ തെരഞ്ഞെടുപ്പില്ലാതെ 2 വർഷം PTA പ്രസിഡന്റ് ആയിരിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ വർഷം എൻ്റെ 2 മക്കളും ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്. എങ്കിലും
എൻ്റെ എല്ലാവിധ സഹകരണവും തുടർന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പതിവായി നാം കണ്ടുവരാറുള്ളത് PTA വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ മദർ PTA ആണ് നന്ദി പ്രസംഗം നടത്താറുള്ളത്. എങ്കിൽ ഇത്തവണ ആ ദൗത്യം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ കൊറോണ കാലഘട്ടത്തിലും ഇത്രയും ഭംഗിയായി ഈ ചടങ്ങിലൂടെ നടക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പിതാവിനെ എൻ്റെയും സ്കൂളിൻ്റെയും പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. എത്രയേറെ തിരക്കുണ്ടായാലും നമ്മുടെ സ്കൂളിൻ്റെ ഏത് പരിപാടിക്ക് ക്ഷണിച്ചാലും യാതൊരു ഒഴിവൊഴിവും പറയാതെ കൃത്യസമയത്ത് എത്തിച്ചേരുന്ന പോളി പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുവാനുള്ളത് അൽബേനിയ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലല്ലി മരിയ സിസ്റ്ററിനോടാണ്. സ്കൂളിൻ്റെ ഏതൊരു ആവശ്യങ്ങളും യാതൊരു മടിയും കൂടാതെ നിർവഹിച്ചു തരാനുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ. സിസ്റ്ററിന് പ്രത്യേകം നന്ദി പറയുന്നു. ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ച ശ്രീ PV മനോജ് കുമാർ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി പറയുന്നു. മുൻ വാർഡ് കൗൺസിലർ അന്തരിച്ച സരള ചേച്ചിയുടെ മരുമകൾ ഇപ്പോഴത്തെ വാർഡ് കൗൺസിലർ രാജീവ് കൃഷ്ണകുമാർ അമ്മയെപ്പോലെ തന്നെ ഏതൊരു ആവശ്യത്തിനും സ്കൂളിലേക്ക് വിളിച്ചാൽ ഓടിയെത്തി നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. ഈ അവസരത്തിൽ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഗവൺമെന്റ് സുപ്പീരിയറായ റെവറൻഡ് സിസ്റ്റർ മേബിൾ FCCക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഗവൺമെന്റ് ചാപ്ലിൻ ശ്രീ ആന്റണി മഞ്ഞളി ഫാദറിനെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഇന്നത്തെ താരങ്ങളായ റീതമ്മ ടീച്ചർ, എൽസിറ്റ സിസ്റ്റർ, സിജാഗ്ര സിസ്റ്റർ എന്നിവർക്ക് നന്ദി പറയുന്നു. എൻ്റെ 2 മക്കളെയും റീതമ്മ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മക്കളോട് ടീച്ചറെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, അമ്മയെപ്പോലെ തന്നെയുള്ള സ്നേഹമാണ് ടീച്ചർക്ക് ഞങ്ങളോടുള്ളത്. ടീച്ചറുടെ പേരിൽ തന്നെയുണ്ട് ആ ഒരു മാതൃവാത്സല്യം. 35 വർഷമായി ടീച്ചർ ഈ അധ്യാപനം തുടങ്ങിയിട്ട് ഒത്തിരി ശിഷ്യഗണങ്ങൾ ടീച്ചർക്കുണ്ട്. എല്ലാവരുടെയും പേരിലും ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുവാനുള്ളത് എൽസിറ്റ സിസ്റ്ററിനാണ്. പഠിക്കുവാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി അവരെ സ്നേഹിച്ചും ലാളിച്ചും അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി എപ്പോഴും തിരിച്ചു കൊണ്ടു നിൽക്കുന്ന സിസ്റ്ററിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ സഹനങ്ങൾക്കിടയിലും മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ. സിസ്റ്ററിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സിജാഗ്ര സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അഡ്മിസിന്റെ ഒരു വലങ്കൈ തന്നെയാണ് സിസ്റ്റർ പ്രവർത്തിക്കുന്നത്. ഓഫീസിലെ ഏത് കാര്യവും വളരെ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ. ഈ അടുത്ത കാലത്ത് സിസ്റ്ററിന്റെ മാതാപിതാക്കൾ നിത്യസൗഭാഗ്യത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ സുവർണ നിമിഷത്തിൽ അവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം സിസ്റ്റർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇന്ന് അവർ സ്വർഗത്തിലിരുന്ന് ഈ മകളെ ആശീർവദിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സിസ്റ്ററിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇനി നന്ദി പറയാനുള്ളത് സ്കൂളിന്റെ സാരഥിയായ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റാനിറ്റ അവരോടാണ്. ഇത്രയും ഭംഗിയായി വളരെ ചിട്ടയോടുകൂടി ഈ മഹാമാരിക്കിടയിലും ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത് സിസ്റ്ററിന്റെ ഒരു കഴിവാണ്. സിസ്റ്റർ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ ചുക്കാൻ പിടിച്ച് റെജീന ടീച്ചറാണ്. ടീച്ചർക്ക് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് നല്ലൊരു യാത്രയയപ്പ് നൽകണമെന്ന്. പലവിധ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പരിപാടികൾ ഇത്രയും മനോഹരമാക്കുവാൻ കഴിഞ്ഞത് ടീച്ചറുടെ ഒരു കഴിവ് മൂലമാണെന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. ടീച്ചർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ച സ്കൂൾ ലീഡർ കുമാരി അർച്ചന ടിവിക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനാണ്. വളരെ നല്ല കൂട്ടായ്മയുള്ള ഒരു മെമ്പേഴ്സാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. നമ്മുടെ സ്കൂളിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കും 9A+ കിട്ടിയ കുട്ടികൾക്കുമുള്ള ട്രോഫികൾ സംഭാവന ചെയ്തത് PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഇത്തരത്തിൽ അവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന അധ്യാപകരുടെ ബന്ധുജനങ്ങൾക്കും ഇവിടെ സന്നിഹിതരായി വന്നിട്ടുള്ള എല്ലാവർക്കും, മാതാപിതാക്കൾക്കും, വിദ്യാർത്ഥികൾക്കും, അധ്യാപകർ, അനധ്യാപകർ, സൗണ്ട് സിസ്റ്റം നിയന്ത്രിക്കുന്ന സിജോയൻ ടീമിനും പന്തലിടുന്ന ഷാജിയാൻ ടീമിനും മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Manish. Now it is the end of our formal meeting.
But stay back in your seat. We have some cultural programs to entertain you. Watch and enjoy. പതിറ്റാണ്ടിന്റെ പൈതൃകം കൈവിടാതെ തലമുറകൾക്ക് ദിശാബോധം നൽകി നാടിന്റെ ജീവചൈതന്യമായി അറിവിന്റെ കവാടമായി തല ഉയർത്തി നിൽക്കുന്ന സെന്റ് ജോസ് വിദ്യാലയത്തിന്റെ 110ാം വാർഷിക ആഘോഷത്തിന്റെ ഔദ്യോഗിക സമ്മേളനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അല്പം നുറുങ്ങ് സന്തോഷങ്ങൾ. Prayer is an opportunity to spend time with God. Prayer dance is known as a powerful statement for celebrating the Father and the love that He has for all of humanity. Let's express our thankfulness by worshipping and celebrating the Lord in the form of a prayer dance. Jagdishwara, Gama
Like a rainbow, music has different colors. One of such is Mapilapattu, a folklore Muslim song genre with a blend of Kerala's folk songs and Arabic musical tradition. Let's welcome with a loud applause Hidayah Fatima to the stage. Assalamu alaikum. രചന ബദ്രുദ്ദീൻ പാർന്നു. ഇഷൽ പറ്റാൽ അടൽ മുറുക്കം ആച്ചിൽ ചാട്ടം. ഉദിമതിയതിലശകുടെ പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദിമതിയതിലശകുടെ പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. കൊടിജിഗമിടു ഫടയതിനൊടുവിലെ അതികുഷി ബിണ്ടാരോ. കനിവാലെ മണിതര തിരുഗുരു തരുളര പേരിഷമിലോടി മതിലെങ്കും. തെളിമിളിയതിലണുതിടെ പൊളുതത് തുതിയത് ചിന്താരോ. ഉതിരിടും വരികുരു പരിനിരയാകെ വികൃതരം കുഫിരര് നെരിപ്പൊരിയാകെ. ശുക്രുടു ദിനമുടു മനമിനതാകെ തരുളവരശ്വരായി. ഉതിരിടും വരികുരു പരിനിരയാകെ വികൃതരം കുഫിരര് നെരിപ്പൊരിയാകെ. ശുക്രുടു ദിനമുടു മനമിനതാകെ തരുളവരശ്വരായി. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദിരക്കുതി പകരമതിരിടും ദിനമിത് കരുതിടെ നിന്താരോ. ഉദരത്തിരവിതമത് സ്വഹബുകളുടെ ജലമുടി തരം കണ്ടാരോ. ഉദനിലഹതു മുളി പദനിലു ശിരു തെളിയുദവി തെരുമേരു തെരുപെരുമാ. ഉടയുനരുളി പടി സ്വനമ തുടച്ചു നബി ഉടരുമ കാഴ്വയിലിട പൊടിയായി. ഭംഗീശ്വരുളായി സന്തോഷപ്പുകളായി. ഭംഗീശ്വരുളായി സന്തോഷപ്പുകളായി. തടമതിലടപൊട്ടു ചുവടടി വരവിലെ അടമടമുടിയവരടിപ്പെടും മതമിത് ബദറിത് കവിഞ്ഞുവരെ. മക്കം ഫതിഹിത് കിസിനുവരെ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉടലിത്തിര മദനികളതിമിക പതിമുഖ മുഹജിറുണ്ടാരോ. ഉദരിത്തിട പദവിയുളുതി പദ റഹ്മത്തിനൊരു ചിത ബന്ധാരോ. ഉദരി കതിർ കൊതി വിതറി അരുളി നബിയുടനെ കടന്നു കുഫിർ മതമാ. അധര മുതിർത്ത് പദ മധുര മികത്ത് സുധാതിരുള്ള മനിരക പദയതിനാൽ. ചിന്താര കുഷിയാൽ നിന്ദാര പരിശാൽ. ചിന്താര കുഷിയാൽ നിന്ദാര പരിശാൽ. ഗുരുവരെ മതമിതു തിരുതിരെ പദവിടെ കുരുതുകളൊരു തിരു കരുണര് പുരികിത് പദവിത് കവിഞ്ഞുവരെ. മക്കം ഫതിഹിത് കിസിനുവരെ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദകമ്പിളി പാങ്കത് മൊളിന്തിടെ വേഗം ബിലാൽസ്വരം ചിങ്കാരോ. ഉദിമുൻനിരമുടയവരടങ്ങല മദരസ് കിളിമൊഴിയുണ്ടാരോ. അതിനലുരത്തിന് ബിസുദിനം മികത്ത് പടിയടൽ പണതര പെരുദിനമോ. ഉദിപ്പിലുടനെ നബി വധിപ്പിനരുളി വിധി ഉദിനമൃതി വിധിച്ചതയൊരുലായി. പൊൻതാലം മികവായി വിണ്ടാലം തികവായി. പൊൻതാലം മികവായി വിണ്ടാലം തികവായി. കൊടിയതിലടിയിലെ കടുകവയുളരിടെ കൊടുക്കു പിറരു കൊടുത്തിരുമതം ഇരുപടി പദറിത് കവിഞ്ഞുവരെ. മക്കം ഫതിഹിത് കിസിനുവരെ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. ഉദിമതിയതിലശകുടി പരിഷിടു മതിമിക മതമിത് ഫത്തഹുടു ദിനമേ. കൊടിജിഗമിടു ഫടയതിനൊടുവിലെ അതികുഷി ബിണ്ടാരോ. കനിവാലെ മണിതര തിരുഗുരു തരുള
ചിന്താരോ ഉദിരിടും വലിയൊരു പരിനിരയാകെ വികൃതരും കുഫിരരിൽ പൊലിയാകെ ശുക്രുടു ദിനമുടു മനുവിനതാകെ തരുളവരശ്വരരായി ഉദിരിടും വലിയൊരു പരിനിരയാകെ വികൃതരും കുഫിരരിൽ പൊലിയാകെ ശുക്രുടു ദിനമുടു മനുവിനതാകെ തരുളവരശ്വരരായി ബുദ്ധിമതിയതി ലശകുടി പരിശുദ്ധു മതിമിക മതമിതു സത്തഹുടു ദിനമേ ബുദ്ധിമതിയതി ലശകുടി പരിശുദ്ധു മതിമിക മതമിതു സത്തഹുടു ദിനമേ ശുക്ർ. At the heart of life, let's enjoy a beautiful dance performance by Sister Sidas, adorable twin nieces, and Maria and Andrews. Let's encourage them with a loud applause. which needs lots of practice and time. Here we have Anaga, who has taken up this challenge and is going to entertain us with a solo performance. എല്ലാ യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ അവസാന ദുശാസനം അവസാനിക്കുന്നവരെ സ്ത്രീ കഥകളിൽ, കവിതകളിൽ, ഇതിഹാസങ്ങളിൽ, ചരിത്രങ്ങളിൽ, പുരാണങ്ങളിൽ ഭൂമിയിൽ
എന്തിന് സ്വർഗലോകത്ത് പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ തിരിക്കപ്പെട്ടവർ. ചൂതുകളി നഷ്ടമായ പാണ്ഡവകുലധാരി യുധിഷ്ഠിര, നിനക്കിവരെ വീണ്ടെടുക്കണ്ടേ? പണയം വയ്ക്കാൻ ഇനിയുമുണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി. ഈ ശക്തി ഒരിക്കൽ കൂടി ചൂതുകളിയുടെ മാന്ത്രിക വിദ്യ നമുക്ക് കാട്ടിത്തരാം. പകിട 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 12. കൃഷ്ണ ഭഗവാനെ, കൗരവ രാജധാനിയിലെ കണ്ണുമൂടി കെട്ടി സദാചാരബോധത്തിന് മുന്നിൽ നീരാലംബയുടെ ശ്രമമാനിക്കപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുശ്ശാസന, നിന്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് എന്റെ കാർപ്പൂതൽ കെട്ടിയതിൽ നിരസനായി ഞാൻ കാത്തിരിക്കും. കല്ലിടൽ പൂർത്തിയാക്കണം. ഒരു സ്ത്രീയുടെ ശരീരം ചേർത്ത് വെച്ച് ഭിത്തിപ്പെടുത്തണം. നിങ്ങൾ ആരും കരയേണ്ട. രാജകൽപ്പന ധിക്കരിക്കാൻ നമുക്കാകില്ലല്ലോ. എന്നെ ചേർത്ത് ഭിത്തിപ്പെടുത്തിക്കൊള്ളു. പക്ഷേ എന്റെ കുഞ്ഞു കരയൂ. എനിക്ക് അവനെ വാരി പുലിയൂട്ടണം. തമ്പുരാക്കന്മാരെ, എന്റെ കൈയും മാറിടവും മൂടരുത്. പുരുഷന്മാരെ പ്രലോഭിക്കുന്ന കാമരൂപിണി, നിന്റെ മൂക്കുമായി എനിക്കൊരു പുരുഷനെ വാങ്ങിച്ച് പ്രണയിച്ച് സ്നേഹിച്ച് ഒരു കുഞ്ഞിനെ പാലോടി വളർത്തുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് തെറ്റ്? ഹേ രാമ, എല്ലാ പുരുഷയുക്തിക്കും പുരുഷക്കിറവിന്റെയും മുന്നിൽ കാട്ടുപെണ്ണിന്റെ നിസ്സഹായത, അതിർത്ത് നിഷേധിക്കപ്പെട്ട കാട്ടാളനീതി. 40 ദിവസം എന്റെ പൊന്നുമോളെ പറയുന്നത് ആ വേദന നിങ്ങൾക്കറിയോ? ഒടുവില് 41ാമത്തെ ദിവസം എന്റെ പൊന്നുമോളെ എന്റെ പൊന്നുമോളെ എവിടെയായിരുന്നു? അമ്മയുടെ ഇവിടെ പാതി ജീവനോടെ എന്റെ പൊന്നുമോളെ എനിക്ക് കിട്ടിയില്ല. ഏതൊരു റോഡിൽ ചേർത്ത മുന്നിൽ കിടന്നില്ല ഒറ്റ കുട്ടി. എവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല. റോഡുകളിൽ, ഒറ്റയടിക്ക് കാറുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ. ആരാ? എന്ത് വേണം? എനക്ക് പൊന്ന വേണം. ഇതൊന്നും ചെയ്ത് പാവ ഒന്നും ചെയ്ത് இந்த கம்பார்ட்மெண்ட்டுக்கு அப்புறம் யாருமே இல்லை. ஐயோ, நான் ஒரு பாவம். സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു വിധി. നമ്മൾ സ്ത്രീകൾ നമുക്ക് അമ്മയല്ലേ, ഭാര്യയല്ലേ, മകളല്ലേ, പെങ്ങളല്ലേ? പിന്നെന്തിനാ ഈശ്വര? അന്നും ഇന്നും ഒരുപോലെയല്ല. വേട്ടനായി കണ്ടപ്പള്ളിൽ നിന്ന് വീണ്ടും കയറി നെഞ്ചുമായി അവിടെ ഒരിക്കൽ ഉയർത്തെണീക്കും. എല്ലാ പുരുഷാധികാരത്തിന്റെ അവരുടെ സമസ്യകൾ മാറ്റിക്കുറിക്കാൻ നന്ദി, നമസ്കാരം. Souls into a dance. They have in their anvil arrows of energy and bouncing steps. Let's enjoy and appreciate their performance. Welcome Archana and team for group dance. Be
has a long history. We Indians are one of the masters in the art of dance. Let me invite Devananda to enchant us through her heartful and mindful steps. Kaliule
My dear friends, now we are going to have a treat which will take us to the seventh heaven. A visual treat with vibrant and dynamic steps. Let's welcome our dear Rishivash and team to the stage. சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் சொடக்கு மேல சொடக்கு போடுது விட கழட்டிட்டோம் இந்த ஆட்டம் தான். இந்த மாதிரி பாட்டுலாம் போட்டாங்கன்னா நம்ம ஏதாவது பண்ணிக்கணும்ல. ஏய் அதான்டா என்ன டெக்னிஷன் இந்த ஆட்டம் பாட்டம் கிட்டலாம். ஆனா அதெல்லாம் நம்ம தப்பு இல்ல. இந்த இடம் இருக்கிற அழுக்க உருவாக்கி இந்த அழுக்கைய ஊறி போனதோ இவங்க மாதிரி ஆளுங்க. இவங்க எல்லாம் பார்த்தாலே விரட்டி விரட்டி வெடுக்க தோணுது and the unison is a tiresome and time-consuming task. But today, we have a pair with their costumes, rhythm and steps are ready to take us to the world of dance. Here we have Krishnendu and Jyotika. ah
ശരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം വിവിധ മതികൾ പ്രകൃതിയുടെ നാൾ പ്രണയമയമാനന്ദം നയമേകം സമാം ശുഭഗീതം ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം വിവിധ മതികാഠം പ്രകൃതിയുടെ നാൾ പ്രണയമയമാനന്ദം നയമേകം സമാം ശുഭഗീതം Words say, music speaks, says Hans Christian Andersen. Our Anjana Narayanan wants to say something. Let's listen what she wants to say via song. Welcome, dear Anjana, to the stage. വൃന്ദാവന മൃദുസാരംഗമായ വ്രീണാ
form characterized by grace and precision of movement, and by elaborate gestures, steps, and poses. It's also a mode of expression of inner feelings, helping to develop self-belief and self-confidence. Let's welcome Nakshatra to enchant us with her graceful steps. അകത്ത് പോയിട്ട് പറയും. Is
जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण